അതർ മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സിൽ ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ മാത്രമല്ല മറ്റ് ചില മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ കൂടിയുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെർ ആർ സം പ്ലാന്റ്സ് വിച്ച് ഡു നോട്ട് ഹാവ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ ഇല്ലാത്ത പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ക്ലോറോഫിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അവിടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റാത്ത പ്ലാന്റ്സും ഉണ്ട്. They cannot synthesize food. How do they survive and from where do they derive nutrition? അപ്പോൾ ഇവർക്ക് എവിടെ നിന്നാണ് ഈ ഫുഡ് കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ന്യൂട്രീഷൻ എവിടെ നിന്നൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്തായാലും നടക്കാനായിട്ട് പോകുന്നില്ല. പിന്നീട് എവിടെ നിന്നാണ് അവർക്ക് ഫുഡ് കിട്ടുന്നത്? ലൈക്ക് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ്, സച്ച് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ ഫുഡ് പ്രൊഡ്യൂസ്ഡ് ബൈ അതർ പ്ലാന്റ്സ്. അപ്പോൾ മറ്റ് ആനിമൽസിനെ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെ പോലെ തന്നെ ഈ പ്ലാന്റ്സ്, ക്ലോറോഫിലുള്ള പ്ലാന്റ്സ് സിന്തസൈസ് ചെയ്യുന്ന ഫുഡിൽ നിന്നാണ് അവർക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് എടുക്കുന്നത്. അതായത് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ തന്നെ. അപ്പോൾ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്ന പ്ലാന്റ്സും ഉണ്ട്. ദേ യൂസ് ദ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പോൾ ആ പ്ലാന്റ്സ് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് കാണിക്കുന്നത്. Do you see a yellow wiry branched structure tuning around the stem and the branches of a tree? അതായത് ഈ യെല്ലോ കളറിലൊരു പ്ലാന്റ് വേറൊരു പ്ലാന്റിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ദിസ് ഈസ് എ പ്ലാന്റ് കോൾഡ് കസ്ക്യൂട്ട. ഇതിന് പറയുന്ന പേര് കസ്ക്യൂട്ട എന്നാണ്. അമാർബൽ എന്നും അറിയപ്പെടും. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ക്ലോറോഫിൽ. ഇറ്റ് ടേക്സ് റെഡിമെയ്ഡ് ഫുഡ് ഫ്രം ദ പ്ലാന്റ്സ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ക്ലൈമ്പിംഗ്. അപ്പോൾ അതിനെ സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം അവർക്ക് ക്ലോറോഫിൽ ഇല്ല. അപ്പോൾ അവർ ഏത് ഓർഗാനിസത്തിലാണോ, അതായത് ഏത് പ്ലാന്റിൻ്റെ മുകളിലാണോ അത് ചുറ്റിപ്പിടിഞ്ഞ് കിടക്കുന്നത്, ആ പ്ലാന്റിൽ നിന്നാണ് ഇവർ ന്യൂട്രീഷൻ എടുക്കുന്നത്. ദ പ്ലാന്റ് ഓൺ വിച്ച് ഇറ്റ് ക്ലൈംസ് ഈസ് കോൾഡ് ഹോസ്റ്റ്. അപ്പോൾ ഏത് ട്രീയുടെ മുകളിലാണോ ഇത് കയറുന്നത് അതിനെ പറയുന്ന പേര് ഹോസ്റ്റ് എന്നാണ്. സിൻസ് ഇറ്റ് ഡിപ്രൈവ്സ് ദ ഹോസ്റ്റ് ഓഫ് വാല്യുബിൾ ന്യൂട്രിയൻസ്, കസ്ക്യൂട്ട ഈസ് കോൾഡ് ദി പാരസൈറ്റ്. അപ്പോൾ ഇത് ആ പ്ലാന്റിൽ നിന്ന് ന്യൂട്രിയൻസിനെ എടുക്കുകയാണ്. അങ്ങനെ മറ്റൊരു ഓർഗാനിസത്തിൽ നിന്ന് ന്യൂട്രിയൻസിനെ എടുത്ത്, അല്ലെങ്കിൽ അതിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് ജീവിക്കുന്ന ഓർഗാനിസത്തിനെ പറയുന്ന പേര് പാരസൈറ്റ് എന്നാണ്. അപ്പോൾ നമ്മുടെ കസ്ക്യൂട്ട എന്താണ്? പാരസൈറ്റ് ആണ്. ഹാവ് യു സീൻ ഓർ ഹേർഡ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ക്യാൻ ഈറ്റ് ആനിമൽസ്? ആനിമൽസിനെ കഴിക്കുന്ന പ്ലാന്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? There are a few plants which can trap insects and digest them. ചില പ്ലാന്റ്സിന് ഇൻസെക്റ്റിനെയൊക്കെ ട്രാപ്പ് ചെയ്യാനായിട്ട് പറ്റും, എന്നിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് എടുക്കുന്നു. Such plants may be green or of some other color. അപ്പോൾ അത് ചിലപ്പോൾ അത് ഗ്രീനിഷ് കളർ ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കളറിലുള്ള ആയിരിക്കാം. The pitcher like or jug like structure is the modified part of leaf. അപ്പോൾ ഇവിടെ നമുക്ക് പിച്ചർ പ്ലാന്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിന് ജഗ് പോലത്തെ ഷേപ്പ് അതിൻ്റെ ആ ലീഫിൽ കണ്ടോ, ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ജഗ് പോലെയാണ് അതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പിച്ചർ പ്ലാന്റ് എന്ന് പറയുന്നത്. ദ അപ്പെക്സ് ഓഫ് ദ ലീഫ് ഫോംസ് എ ലിഡ് വിച്ച് ക്യാൻ ഓപ്പൺ ആൻഡ് ക്ലോസ് ദ മൗത്ത് ഓഫ് ദ പിച്ചർ. അതിൻ്റെ മുകളിൽ ആ ലീഫ് മോഡിഫൈ ചെയ്തിട്ട് ഒരു ലിഡ് പോലെ ആയിരിക്കും, അതിങ്ങനെ തുറക്കുക അടയ്ക്കുകയൊക്കെ ചെയ്യും. ഇൻസൈഡ് ദ പിച്ചർ ദർ ആർ ഹെയർ വിച്ച് ആർ ഡയറക്റ്റഡ് ഡൗൺവേർഡ്സ്. അതിനുള്ളിൽ ഹെയർ ഉണ്ട്, താഴത്തേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന പോലെ. When an insect lands in the pitcher, the lid closes and the trapped insects get entangled into the hair. അപ്പോൾ ഒരു ഓർഗാനിസം വന്നിരിക്കുകയാണെങ്കിൽ ഈ ലിഡ് ഇങ്ങനെ അടയും. ആ ലിഡ് അടഞ്ഞതിന് ശേഷം അതിനുള്ളിലുള്ള ആ ഹെയറിനകത്തേക്ക് ഈ ഇൻസെക്റ്റ് അകപ്പെട്ടു പോവുകയും അത് ട്രാപ്ഡായി പോവുകയും അതിനെ താഴത്തേക്ക് വലിക്കുകയും ചെയ്യും. The insect is digested by the digestive juices secreted in the pitcher and its nutrients are absorbed. എന്നിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്ത് ഡൈജസ്റ്റീവ് ജ്യൂസസിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഡൈജഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഈ പ്ലാന്റിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നു. സച്ച് ഇൻസെക്ട് ഈറ്റിംഗ് പ്ലാന്റ്സ് ആർ കോൾഡ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. അപ്പം അങ്ങനെ ഇൻസെക്റ്റിനെ തിന്നുന്ന പ്ലാന്റ്സിനെ പറയുന്ന പേരാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഈ പിച്ചർ പ്ലാന്റ് ഉണ്ട്, വീനസ് ഫ്ലൈ ട്രാപ്പ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മുടെ പിച്ചർ പ്ലാന്റ് ഓൾറെഡി ഗ്രീൻ ഇൻ കളറാണ്, ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇൻസെക്ട്സിനെ കഴിക്കുന്നതെന്ന് അറിയോ? അത് നൈട്രജൻ ലഭിക്കാൻ വേണ്ടിയിട്ട്. മറ്റ് ന്യൂട്രിയൻസ് ഇല്ലേ ഇവർക്കില്ലാണ്ട് കിട്ടുന്ന നൈട്രജൻ പോലെയുള്ള മറ്റ് ന്യൂട്രിയൻസ്, അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഈ പിച്ചർ പ്ലാന്റ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസ് ചെയ്യാമായിട്ടും അവർ ഇൻസെക്റ്റിനെ കഴിക്കുന്നത് നൈട്രജൻ ആ ഇൻസെക്റ്റിൽ നിന്ന് അബ്സോർബ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാപ്രോട്രോപ്സിനെ കുറിച്ചാണ്. യു മൈറ്റ് ഹാവ് സീൻ പാക്കറ്റ്സ് ഓഫ് മഷ്റൂംസ് സോൾഡ് ഇൻ ദ വെജിറ്റബിൾ മാർക്കറ്റ്. യു മേ ഹാവ് ഓൾസോ സീൻ
fluffy umbrella-like patches growing in the moist soils or on rotting wood during the rainy season. ഒന്നെങ്കിൽ നമ്മൾ പാക്കറ്റിൽ മഷ്റൂംസ് ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ മഴയൊക്കെ പെയ്തതിന് ശേഷം ഈ ഇടിമിന്നലൊക്കെ ഉള്ള ദിവസം അതിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ മണ്ണിൽ അല്ലെങ്കിൽ ഈ അഴുകിക്കൊണ്ടിരിക്കുന്ന വുഡിൽ പണ്ടേ വെട്ടിയിട്ടിട്ട് അവിടെ കിടന്നിങ്ങനെ അഴുകി തീരാറായ വുഡ്, ഡെഡായിട്ടുള്ള വുഡ്, അപ്പോൾ അങ്ങനെയുള്ള പാർട്സിലൊക്കെ ഈ മഷ്റൂംസ് വളരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? നല്ല വെള്ള കളറിൽ നല്ല രസം അത് കാണാനായിട്ടൊക്കെ. ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ദേ നീഡ് ടു സർവൈവ് ആൻഡ് ഫ്രം വേർ ദേ ഗെറ്റ് ദം. അപ്പോൾ ഇവർക്ക് എന്ത് ടൈപ്പ് ന്യൂട്രിയൻസ് ആണ് കിട്ടുന്നത്, അവരെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. You may have also seen fluffy umbrella-like patches growing in moist soils or on rotting wood ഡ്യൂറിങ് ദ റെയിനി സീസൺ. അതേപോലെ തന്നെ നമ്മൾ അഴുകിക്കൊണ്ടിരിക്കുന്ന വുഡിലും അതേപോലെ തന്നെ സോയിലൊക്കെ ആയിട്ട് ഈ അംബ്രല്ല പോലെ നല്ല വെള്ള കളറിലുള്ള ഒരു ടൈപ്പ് ഓർഗാനിസം വളരുന്ന കണ്ടിട്ടുണ്ട് അല്ലേ? മഷ്റൂം എന്നാണ് അതിൻ്റെ പേര്. കൂൺ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, അത് തന്നെ. ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ദേ നീഡ് ടു സർവൈവ് ആൻഡ് ഫ്രം വേർ ദേ ഗെറ്റ് ദം. അപ്പോൾ എവിടെ നിന്നാണ് അവർക്ക് ന്യൂട്രിയൻസ് വരുന്നത്, അതേപോലെ തന്നെ അവർ എന്ത് ടൈപ്പ് അല്ലെ എന്ത് മോഡ് ഓഫ് ന്യൂട്രീഷനാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡ് എടുത്തിട്ട് കുറച്ച് മോയ്സ്റ്റൻ ആയിട്ടുള്ള ബ്രെഡ്, വെള്ളമൊക്കെ ഉള്ള ബ്രെഡ് പുറത്ത് കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്കതിൽ ഫംഗസ് വളരുന്ന കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പടത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ ചിലപ്പോൾ പച്ച കളറായിരിക്കാം, ചിലപ്പോൾ ഗ്രേ കളറായിരിക്കാം, ചിലപ്പോൾ വെള്ള കളർ തന്നെ ആവാം. അപ്പോൾ അങ്ങനെ ബ്രെഡിൽ ഒരു ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് പറയുന്ന പേര് ഫംഗസ് എന്നാണ്. അപ്പോൾ നമ്മൾ ആ ഓർഗാനിസത്തിനെ കുറിച്ചാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ദീസ് ഓർഗാനിസംസ് ആർ കോൾഡ് ഫംഗൈ. അപ്പോൾ ഇതിനെ പറയുന്ന പേര് ഫംഗൈ എന്നാണ്. ദേ ഹാവ് എ ഡിഫറെൻറ്റ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ദേ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഫ്രം ദ ബ്രെഡ്. അപ്പോൾ അവർക്കൊരു ഡിഫറെൻറ്റ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. അവർ ബ്രെഡിൽ നിന്നാണ് അതായത് ബ്രെഡിലാണല്ലോ അത് വളരുന്നത്, അപ്പോൾ ആ ബ്രെഡിൽ നിന്നാണ് ഇവർ ഈ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ദിസ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസംസ് ടേക്ക് ഇൻ ന്യൂട്രിയൻസ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ ഈസ് കോൾഡ് സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ. അപ്പോൾ ഈ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതായത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്ന് ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന്. അതായത് ഓൾറെഡി ഡെഡാണ് ഈ ഓർഗാനിസംസ്, ആ ഡെഡായിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്ന് ന്യൂട്രിയൻസിനെ എടുക്കുന്നു. അതാണ് സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ. സച്ച് ഓർഗാനിസംസ് വിത്ത് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആർ കോൾഡ് സാപ്രോട്രോപ്സ്. അപ്പോൾ അങ്ങനെ സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്ന ഓർഗാനിസത്തിനെ പറയുന്ന പേരാണ് സാപ്രോട്രോപ്സ് എന്ന്. Fungi also grow on pickles, leather, clothes and other articles that are left in hot and humid weather for long time. അതേപോലെ തന്നെ അച്ചാറിൻ്റെ മുകളിലായിട്ടും ലെതർ ഐറ്റംസിൻ്റെ മുകളിലായിട്ടും ഒക്കെ നമ്മളിങ്ങനെ ഈ ഫംഗസ് വളരുന്ന കണ്ടിട്ടുണ്ട്. അത് മിക്കവാറും എന്തായാലും ഹ്യൂമിഡ് ആയിട്ടുള്ള വെതർ, അതായത് കുറച്ച് മോയിസ്റ്റ് കണ്ടീഷൻസ് ഒക്കെ ആയിട്ടുള്ള ടൈമിലാണ് ഇതേപോലെ ഫംഗസ് വളരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഡ്യൂറിങ് ദ റെയിനി സീസൺ ദേ സ്പോയിൽ മെനി തിങ്സ്. ആസ്ക് യുവർ പേരൻസ് അബൌട്ട് ദ മെൻസ് ഓഫ് ഫംഗൈ ഇൻ യുവർ ഹൗസ്. റെയിനി സീസണൊക്കെ ആകുമ്പോഴത്തേക്കിന് ധാരാളം മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലാണ് അല്ലേ, അപ്പോൾ ധാരാളം വസ്തുക്കൾ ഈ ഫംഗസ് കേടാക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. The fungal spores are generally present in the air. When they land on wet and warm things, they germinate and grow. അപ്പോൾ ഫംഗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയറിൽ ധാരാളം ഫംഗൽ സ്പോർസ് ഉണ്ട്. അതെപ്പോഴേലും ഒരു വെറ്റായിട്ടുള്ള സർഫസിൻ്റെ മുകളിൽ വന്ന് പതിക്കുകയാണെങ്കിൽ അത് അവിടെ വെച്ച് ജെർമിനേറ്റ് ചെയ്ത് അത് വളരാനായിട്ട് തുടങ്ങും. Now can you figure out how we can protect our things from getting spoiled? എന്താ ചെയ്യുക, നമുക്ക് ഈ വെറ്റായിട്ടുള്ള ഐറ്റംസ് ഇപ്പോൾ ലെതറൊക്കെ ആണെങ്കിൽ അത് അതേപടി അങ്ങനെ ഇടാണ്ട് അതൊന്ന് ഡ്രൈ ആക്കി വെക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ ഈ ഫംഗസിൻ്റെ ഗ്രോത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. Some organisms live together and share both shelter and nutrients. This relationship is called symbiosis. ചില ഓർഗാനിസംസ് ആണെങ്കിൽ ചില ആൾക്കാർ ഷെൽട്ടർ കൊടുക്കും, ചില ആൾക്കാർ ന്യൂട്രിയൻസ് കൊടുക്കും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്തും വാങ്ങിയൊക്കെ ജീവിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് സിംബയോസിസ് അല്ലെങ്കിൽ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന്. ഫോർ എക്സാമ്പിൾ, certain fungi live inside the roots of plants. ചില ഫംഗസ് ആണെങ്കിൽ ചില പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ ജീവിക്കും. The plants provide nutrients to the fungus and in return the fungus provides water and certain nutrients. അപ്പോൾ ഈ പ്ലാന്റ്സ് ആണെങ്കിൽ
ഫംഗസിന് ന്യൂട്രിയൻസ് കൊടുക്കും. ഫംഗസ് തിരിച്ചെന്ത് കൊടുക്കും? അതിന് വെള്ളവും ന്യൂട്രിയൻസും കൊടുക്കും. അതായത് സോയിലിനകത്തുള്ള വെള്ളത്തിനെയും ന്യൂട്രിയൻസിനെയും പ്ലാന്റ്സിന് കൊടുക്കുന്നു. പ്ലാന്റ്സ് തിരിച്ച് ഈ പറയുന്ന ന്യൂട്രിയൻസ്, അതായത് പ്ലാന്റ്സ് സിന്തസൈസ് ചെയ്യുന്ന ആ ഫുഡിനെ ഈ ഓർഗാനിസത്തിന് കൊടുക്കുന്നു. ദ ഓർഗാനിസംസ് കോൾഡ് ലിച്ചൻ, എ ക്ലോറോഫിൽ കണ്ടെയ്നിങ് പാർട്ട്ണർ വിച്ച് ഈസ് ആൻ ആൽഗെ ആൻഡ് എ ഫംഗസ് ലീവ് ടുഗെദർ. അതേപോലെ തന്നെ ലിച്ചൻസ് എന്ന് പറയുന്നത് ക്ലോറോഫിലുള്ള ഒരു പാർട്ട്ണറും അതേപോലെ തന്നെ ക്ലോറോഫിൽ ഇല്ലാത്ത വേറൊരു പാർട്ട്ണറിൻ്റെയും കൂടെയുള്ള ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പിന് പറയുന്ന പേരാണ്. അതായത് ഇപ്പം ആൽഗെ എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് ക്ലോറോഫിൽ ഉണ്ട്, അതായത് ഫുഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഫംഗസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ക്ലോറോഫിൽ ഇല്ല, ഫുഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ആൽഗയുടെയും ഫംഗസിൻ്റെയും സിംബയോട്ടിക് റിലേഷൻഷിപ്പിന് പറയുന്ന പേരാണ് ലിച്ചൻസ് എന്ന്. The fungus provides shelter, water and minerals to the algae, and in return the algae prepares and provides food to the fungus. ഈ ഫംഗസ് എന്ത് ചെയ്യും? ഷെൽറ്ററും വാട്ടറും മിനറൽസും ഒക്കെ ആൽഗയ്ക്ക് കൊടുക്കുന്നു. ആൽഗെ തിരിച്ച് എന്ത് ചെയ്യുന്നു? അവർ സിന്തസൈസ് ചെയ്ത ഫുഡ് ഈ ഫംഗസിനും കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആൽഗയുടെയും ഫംഗസിൻ്റെയും ഈ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പിന് പറയുന്ന പേര് ലിച്ചൻസ് എന്നുമാണ്. നമ്മൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൗ ന്യൂട്രിയൻസ് ആർ റെപ്ലനിഷ്ഡ് ഇൻ ദ സോയിൽ. പ്ലാന്റ്സ് എങ്ങനെ എടുത്തുകൊണ്ടേ ഇരുന്ന ന്യൂട്രിയൻസ് തീർന്നു പോകും. അപ്പോൾ എങ്ങനെയാണ് ഈ തീരുന്ന ന്യൂട്രിയൻസ് പിന്നെയും ഈ സോയിലിലേക്ക് വരുന്നത്? Have you seen farmers spreading manure or fertilizers in the fields or gardeners using them in lawns or in pots? Do you know why this is done? നമ്മൾ വളമൊക്കെ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. You learned that plants absorb minerals and nutrients from the soil. So their amounts in the soil keep on declining. പ്ലാന്റ്സ് ഇങ്ങനെ ന്യൂട്രിയൻസിനെ വലിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്, മിനറൽസിനൊക്കെ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് സോയിലിൽ നിന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ സോയിലുള്ള ന്യൂട്രിയൻസിൻ്റെ അല്ലെങ്കിൽ മിനറൽസിൻ്റെ അളവ് കുറഞ്ഞു വരും. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സ് കണ്ടെയ്ൻ ന്യൂട്രിയൻസ് സച്ച് ആസ് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എക്സെട്ര. NPK എന്നുള്ള പേരിൽ തന്നെ ഇത് അറിയപ്പെടും. അതായത് നൈട്രജൻ, P, ഫോസ്ഫറസ്, K, പൊട്ടാസ്യം. അങ്ങനെ നമ്മൾ ഈ മിനറൽസൊക്കെ ഫെർട്ടിലൈസേഴ്സിൻ്റെ ആ ഒരു രൂപത്തിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. These nutrients need to be added from time to time to enrich the soil. അപ്പോൾ ഈ ന്യൂട്രിയൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് സോയിൽ റെപ്ലനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ന്യൂട്രിയൻസിൻ്റെ അളവ് ഇങ്ങനെ കൂടി വരികയാണ്. We can grow plants and keep them healthy if we can fulfill the nutrient requirement of plants. അപ്പോൾ നമുക്ക് ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. Usually crop plants absorb a lot of nitrogen and the soil becomes deficient in nitrogen. ഇപ്പോൾ ക്രോപ്പ് പ്ലാന്റ്സ്, ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ ഒക്കെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം നൈട്രജനെ അവർ വലിച്ചെടുക്കും. അങ്ങനെ നൈട്രജൻ്റെ അളവ് ആ ഒരു സോയിലിൽ കുറവായിരിക്കും. കാരണം പ്രോട്ടീൻ റിച്ച് കണ്ടൻറ്റുള്ള ഫുഡ് ഐറ്റംസ് ആണല്ലോ ഈ ലെഗുമിനസ് പ്ലാന്റ്സിലൊക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് അത്ര പ്രോട്ടീൻ റിച്ച് ആക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നൈട്രജൻ വേണം. ആ നൈട്രജൻ്റെ സോയിലിൽ നിന്ന് വലിച്ചെടുത്ത് നൈട്രജൻ്റെ അളവ് കുറഞ്ഞു വരും. You learned that though nitrogen gas is available in plenty in the air, plants cannot use it in the manner they can use carbon dioxide. നൈട്രജൻ ഒരുപാടുണ്ടെങ്കിൽ പോലും പ്ലാന്റ്സിന് അത് അവൈലബിൾ ആയിട്ടുള്ള ഫോമിൽ അല്ല പ്രസൻ്റ് ആയിരിക്കുന്നത്. ദേ നീഡ് നൈട്രജൻ ഇൻ എ സോലിബിൾ ഫോം. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് ഈ നൈട്രജനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. The bacterium called rhizobium can take atmospheric nitrogen and convert it into a usable form. അപ്പം ഈ നൈട്രജനെ ബാക്ടീരിയം, റൈസോബിയം എന്ന് പറയുന്ന ഈ ഒരു ബാക്ടീരിയം ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് ആക്കി കൊടുക്കുന്നു. ബട്ട് റൈസോബിയം കനോട്ട് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ്, സോ ഇറ്റ് ഓഫൺ ലീവ്സ് ഇൻ ദ റൂട്ട്സ് ഓഫ് ഗ്രാം, പീസ്, മോക്ക്, മീൽസ് ആൻഡ് അതർ ലെഗ്യൂംസ് ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് നൈട്രജൻ. പക്ഷേ റൈസോബിയത്തിന് സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ ക്രോപ്പ് പ്ലാന്റ്സിൻ്റെ റൂട്ടിലാണ് ജീവിക്കുന്നത്. അതായത് പയറുവർഗ്ഗങ്ങളില്ലേ, ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങളാണ്. ആ പ്ലാന്റ്സിൻ്റെ റൂട്ടിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസോബിയ അവർക്ക് നൈട്രജനെ കൊടുക്കും. അപ്പോൾ എന്തായിരിക്കും ഇവർ തിരിച്ചു കൊടുക്കുന്നത്? ഫുഡായിരിക്കും അല്ലേ, ന്യൂട്രിയൻസിന് തിരിച്ച് ഈ പ്ലാന്റ്സിന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അവർക്കിടയിലും ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ട്. In return, the plants provide food and shelter to the bacteria. They thus have a symbiotic relationship. അപ്പോൾ റൈസോബിയവും ലെഗുമിനസ് പ്ലാന്റ്സും തമ്മിൽ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ട്.
ലെഗുമിനസ് പ്ലാന്റ്സ് ഫുഡും ഷെൽട്ടറും കൊടുക്കും. റൈസോബിയം ഇവർക്ക് വേണ്ടുന്ന നൈട്രജനെ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തും കൊടുക്കും. ദിസ് അസോസിയേഷൻ ഈസ് ഓഫ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഫോർ ദ ഫാമേഴ്സ്. അപ്പോൾ ഇത് ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതിനനുസരിച്ചിട്ട് അവർക്ക് കുറച്ച് ഫെർട്ടിലൈസേഴ്സ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. They can reduce the use of nitrogenous fertilizers where leguminous plants are grown. അപ്പോൾ നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സിൻ്റെ അളവ് ഇവർ കുറവായിരിക്കും യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ പൾസസ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ലെഗുമിനസ് പ്ലാന്റ്സ്. മിക്ക പൾസസ്, അതായത് പയറുവർഗ്ഗങ്ങളെല്ലാം ഈ ലെഗുമിനസ് പ്ലാന്റ്സിൽ നിന്ന് തന്നെയാണ് ഒബ്റ്റെയിൻഡ് ആകുന്നത്. In this chapter you learned that most of the plants are autotrophs. Only a few plants are parasitic or saprotrophic. അപ്പോൾ മിക്ക പ്ലാന്റ്സും ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ചിലർ മാത്രം ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നുണ്ട്. അതായത് പാരസൈറ്റിക് ആയിട്ടും സാപ്രോട്രോഫിക് ഒക്കെ ആയിട്ടും ജീവിക്കുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ്. ദേ ഡിറൈവ് ന്യൂട്രീഷൻ ഫ്രം അതർ ഓർഗാനിസംസ്. അപ്പോൾ അവർ മറ്റു ഓർഗാനിസത്തിൽ നിന്ന് ന്യൂട്രീഷൻ എടുത്താണ് ജീവിക്കുന്നത്, സെയിം ആനിമൽസ് ജീവിക്കുന്ന പോലെ തന്നെ. All animals are categorized as heterotrophs since they depend on plants and other animals for food. അപ്പോൾ എല്ലാ ആനിമൽസും ഹെട്രോട്രോപ്സ് ആണ്, മറ്റ് ഓർഗാനിസത്തിൽ നിന്നാണ് അവർ ഫുഡിനെ എടുക്കുന്നത്. Can we say that the insectivorous plants are partial heterotrophs? Insectivorous പ്ലാന്റ്സിനെ നമുക്ക് ഹെട്രോട്രോഫ് ആയിട്ട് കൂട്ടാം. പാർഷ്യൽ ഹെട്രോട്രോപ്സ് ആണ്, കാരണം അവർ രണ്ടും കാണിക്കുന്നുണ്ട്. അവർക്ക് ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ അവർ ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ നൈട്രജൻ്റെ ആ ഒരു ഇൻടേക്കിന് വേണ്ടിയിട്ടാണ് ഇൻസെക്ട്സിനെ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല, മറ്റ് ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവരെ നമുക്ക് പാർഷ്യൽ ഹെട്രോട്രോപ്സ് എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പോൾ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം, അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ പോലെ ക്ലാസ് നടത്താനായിട്ടും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എനിക്ക് തരാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ട്യൂഷൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ എല്ലാ ക്ലാസ്സുകൾക്കും CBSE എല്ലാ ക്ലാസ്സിനും നമ്മൾ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ആ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.